ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തോട് ചേർന്ന് 2 കൊരിന്ത്യർ 5:17 അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച ദൈവവചന ഭാഗത്തോട് ചേർന്ന് പുതിയ സൃഷ്ടി എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നാം വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കാം. നിങ്ങൾ ഈ തിരുവചന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു ആത്മീക വെളിപ്പാടിനാൽ നിങ്ങൾ സ്വീകരിക്കുകയും അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ എല്ലാ തുറകളിലും അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥനാപൂർവ്വം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് തിരുവചനത്തിൽ ധ്യാനിക്കാം. കർത്താവിനെ നമുക്കിടയാക്കട്ടെ. നമ്മളപ്പോൾ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യം, റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഓർപ്പിച്ച നാം പാപം സംബന്ധിച്ച് മരിച്ച അല്ലെങ്കിൽ പാപം സംബന്ധിച്ച് മരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന ഒരാൾ സ്നാനപ്പെടുമ്പോൾ അവർ സ്നാനപ്പെട്ട സമയത്ത് അവരിൽ സംഭവിച്ച ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത് പുതുക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ നാം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ആദാമ്യമായ പഴയ അനുഭവങ്ങൾക്കകത്തു നിന്ന് യേശുക്രിസ്തുവിലുള്ള വലിയൊരു പുതുക്കത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. ആമേൻ. അപ്പോൾ ആ പഴയ അനുഭവം, ആദാമ്യമായ അനുഭവം എന്ന് പറഞ്ഞാൽ നാം ചുമക്കുന്നത് നമ്മുടെ ശിക്ഷാവിധിയാണ്, നമ്മുടെ മരണമാണ്. അപ്പം ആദമെന്ന് പറയുന്ന നമ്മുടെ പിതാവ് താൻ ചെയ്ത ലംഘനത്തിൻ്റെയോ അകൃത്യത്തിൻ്റെയോ ഭാഗമായി നമ്മുടെ മേൽ നാം പോലും അറിയാതെ വന്ന ആ വലിയ ശാപത്തിൻ്റെ, വീഴ്ചയുടെ, മരണത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ ഈ വലിയൊരു വിഴുപ്പ് നമ്മുടെ മേലിരിക്കുക. അതിൽ നമുക്കൊരു മോചനമില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നാം അതിൽ മോചിക്കപ്പെട്ടു, നാം പുതിയ സൃഷ്ടിയായി തീർന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളോട് അക്കമിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിയമപരമായി ഒരിക്കലും നാം രോഗത്തിൽ തുടരുവാനോ, ഞെരുക്കങ്ങളിൽ തുടരുവാനോ, വേദനയിൽ തുടരുവാനോ, കഷ്ടതകളിൽ തുടരുവാനോ, ശാപത്തിൽ തുടരുവാനോ, മരണകരമായ അനുഭവത്തിൽ തുടരുവാനോ ഒന്നും ദൈവവചനം അനുവദിക്കുന്നില്ല. ഇത് കർത്താവിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്ന ഒന്നാണ്. കാരണം ദൈവരാജ്യത്തിനകത്തേക്ക് ഒരാൾ വരുമ്പോൾ അവൻ പൈശാചികമായ സകല ആധിപത്യങ്ങൾക്കകത്തു നിന്നുമാണ് ദൈവരാജ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വരുന്ന ഒരാൾ അവൻ വെളിച്ചത്തിലാണ്. അവിടെ ഇരുട്ടിന് അല്ലെങ്കിൽ സാത്താന്യമായ ഒന്നിനും അവിടെ സ്ഥാനമില്ല. നമ്മെ ഒരിക്കലും ഇനി നിയമപരമായി പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് നമ്മെ വിടുവിച്ചു. പക്ഷെ ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറയപ്പെടുന്ന ആദാമ്യ പാപത്തിൻ്റെ അനന്തരഫലമായ വിവിധ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അറിവാണ്. യേശു പറഞ്ഞില്ലേ സദൂക്യന്മാരോട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികൊണ്ട് വളരെ തെറ്റിപ്പോകുന്നെന്ന്. അപ്പോൾ ഈ നിലകളിൽ നാം ദൈവവചനം മനഃപ്പാഠമാക്കിയും ധ്യാനിച്ചും തിരുവെഴുത്തുകളെ നന്നായി അറിഞ്ഞും ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ജ്ഞാനികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊരിന്ത്യലേഖനം പഠിച്ചാൽ 1 കൊരിന്ത്യർ 13:11 അവിടെ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായപ്പോൾ ഞാൻ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. ഈ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ നാം രക്ഷിക്കപ്പെട്ട് ദൈവികാനുഭവത്തിലേക്ക് വരുമ്പോൾ മുതൽ നമുക്ക് ഒരു പ്രായമുണ്ട്, ഒരു വളർച്ചയുടെ ഘട്ടമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യർ അതിൻ്റെ 13:11 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. 2, ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു. 3, ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു. നിങ്ങൾ ആ വാക്യത്തിന് അടുക്ക് കണ്ടോ? എന്താ അപ്പോസ്തലൻ അങ്ങനെ എഴുതുന്നത്? ഇതൊരു ശിശുവിൻ്റെ പ്രത്യേകതയാണ്. എന്താ ശിശുവിൻ്റെ പ്രത്യേകത?
ശിശുവിനെ പോലെ ചിന്തിച്ചു എന്നല്ല പറയുന്നത്, ആദ്യം സംസാരിച്ചു. അത് കഴിഞ്ഞ് സംസാരിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ അതിനെക്കുറിച്ച് നിരൂപിച്ചു. ഇത് സാധാരണ ശിശുക്കളുടെ ഒരു സ്വഭാവമാണ്. അവർ ചിന്തയില്ലാതെ ആദ്യം സംസാരിക്കും, പിന്നെയാണ് തങ്ങൾ എന്താണ് ചിന്തിച്ചത് അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് അവർ നിരൂപിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നപ്പോൾ മുതൽ നമ്മൾ ശിശുവിനുള്ളത് വിട്ടുകളയുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ശിശു എന്നുള്ള പദവും ബൈബിളിൽ പറയുന്നുണ്ട് കേട്ടോ. ആത്മീയരുടെ വളർച്ചയോടുള്ള ബന്ധത്തിൽ ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിലും കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലും ഒക്കെ ആത്മീക ശൈശവത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴവിടെ കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഈ സകല കൃപാവരങ്ങളാലും നിറഞ്ഞിരിക്കുന്ന കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാരോടാണ് പറയുന്നത്, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ന്യൂമാറ്റിക്കോസിനോട് അഥവാ ഒരു ആത്മീകനോട് എന്ന പോലെ സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങളോട് ക്രിസ്തുവിന് ശിശുക്കളായവരോട്, അവിടെ ശിശുക്കൾ എന്ന ഒരു പദമുണ്ട്, പീഡിയോസ് എന്നാണ് പറയുന്നത്. ശിശു എന്നുള്ള പദത്തിന് നെപ്പിയോസ് എന്നും പീഡിയോസ് എന്നും 2 പദങ്ങൾ ഗ്രീക്കിൽ പറയുന്നുണ്ട്. മറ്റനേക പദങ്ങളുണ്ട്, പക്ഷെ ബൈബിളിൽ ഈ പരാമർശിക്കപ്പെടുന്ന ഇടങ്ങളിൽ ഈ 2 പദങ്ങളാണുള്ളത്. ഒന്ന് നെപ്പിയോസ്, 2 പീഡിയോസ്. നെപ്പിയോസ് എന്ന് പറഞ്ഞാൽ തീരെ ശിശുവാണ്, ഇൻഫന്റ് സ്റ്റേജിലാണ്. ഈ ഒരു ശിശു ജനിച്ചാൽ ഏതാണ്ട് 6 മാസക്കാലങ്ങൾ മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞിന് മറ്റൊരു കട്ടിയായ ആഹാരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഉള്ളൊരു കുഞ്ഞിനെയാണ് നെപ്പിയോസ് എന്ന് പറയുന്നത്. നെപ്പിയോസ് പറഞ്ഞാൽ പാല് മാത്രം മതി. അപ്പോൾ ഈ കൊരിന്ത്യരെ വഴക്ക് പറഞ്ഞുകൊണ്ടും അല്പം ഒന്ന് പരിഹാസദ്യോതകമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ എനിക്ക് നെപ്പിയോസിനെ പോലെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പാലുകുടിയന്മാരെ പോലെ കാണാൻ പറ്റൂ, നിങ്ങൾക്ക് കട്ടിയുള്ള ഒരു ആഹാരവും തരാൻ കഴിയത്തില്ല. ആമേൻ. പൗലോസ് പറയുന്നു, എനിക്ക് ലഭിച്ച വെളിപ്പാടും ജ്ഞാനവും ഒക്കെ അനുസരിച്ച് ഒത്തിരി കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നാൽ നിങ്ങളുടെ വഴക്ക് തീർക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നുള്ളൂ. ഇതാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. അതാണ് ഈ നെപ്പിയോസ് എന്ന് പറഞ്ഞ പാലുകുടിയന്മാർ, അല്ലെങ്കിൽ കട്ടിയ ആഹാരം കഴിക്കാൻ പ്രായമായിട്ടില്ലാത്തവർ. ഇനിയും മറ്റൊന്നുണ്ട്, പീഡിയോസ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വളർന്നവരാണ്. അവർ പാലും കഴിക്കും, അവർ കട്ടിയ ആഹാരം കഴിക്കും. ഇത് രണ്ടും കഴിച്ച് വളരുന്നവരാണ് പീഡിയോസ്. അപ്പോൾ ഈ 2 കൂട്ടരെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക. അപ്പോൾ കൊരിന്ത്യർ 13:11 പൗലോസ് പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, പിന്നെ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, പിന്നെ ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു. എന്നാൽ പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു, അഥവാ ത്യജിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മളൊരു ആത്മീയ പ്രായത്തിലേക്ക് വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നപ്പോൾ ആ ആദാമ്യ ശിശുത്വം നമ്മളെ വിട്ടുമാറിയിട്ട് ആ ക്രിസ്തുവിലുള്ള ഒരു വളർച്ചയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അതിൻ്റെ അർത്ഥം, ഒരു വീട്ടിൽ ഒരപ്പൻ്റെ അവകാശിയായ മൂത്ത മകൻ, അവൻ അവകാശിയാണ്, ഒരേ ഒരു മകനാണ്, പിതാവിനുള്ള സകല സമ്പത്തിൻ്റെയും അവകാശിയാണ്. പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം കാലം, ഒരു നെപ്പിയോസ് ആയിരിക്കുന്നിടത്തോളം കാലം ആ വീട്ടിൽ ഈ ശിശുവിനെ പരിചരിക്കുന്ന ആ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ആ വീട്ടിലെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുവാനോ ആ അധികാരങ്ങൾ നടത്തുവാനോ ഒന്നും അവന് കഴിയുകയില്ല. മറിച്ച് ആ ദാസനാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ദാസനാണ് ശിശുവിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ നിലകളിൽ നാം ശിശുക്കളായിരുന്നു. എന്നാൽ അവിടെ പൗലോസ് സന്തോഷകരമായ ഒരു കാര്യം നമ്മോട് പറയുക. അതെന്താണെന്നറിയാമോ? എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ, ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായി അയച്ചു. എന്നിട്ട് ആ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന്, ആ ശിശുത്വത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി നമുക്ക് പുത്രത്വം തന്നു. അവിടെ പുത്രത്വം എന്നുള്ള സംക്ഷിപ്തം എന്നുള്ള പദത്തിന് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ യഹൂദന്മാരുടെയൊക്കെ ഇടയിൽ ഈ ശിശുക്കൾ അവർ വളർന്ന് ബാലന്മാരായി അവരുടെ മുലകുടി മാറുന്ന സമയത്ത് അവർക്ക് പ്രായമായി അഥവാ തിരിച്ചറിവുള്ളവനാണ് എന്നവനെ കണക്കാക്കുന്ന ഒരു ഉത്സവമുണ്ട്. ആ ദിവസം മുതൽ അവൻ പിന്നത്തെ ശിശുവല്ല. അവൻ ഇതുവരെ ഇടപെടാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഇടപെടാൻ കഴിയും.
അപ്പൊ ഈ നിലകളിൽ നാമും പരിശുദ്ധാത്മാവും നമ്മുടെ മേൽ വെളിപ്പെട്ടപ്പോൾ നാം നമ്മുടെ ശിശുത്വം വിട്ടുകളഞ്ഞവരാണ്. അതുകൊണ്ട് നാം ഇനി ദാസനല്ല. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്, ആകയാൽ ഇനി നിങ്ങൾ ദാസന്മാരല്ല. ആമേൻ. ദാസന്മാരൊക്കെ ശ്രേഷ്ഠതയുള്ള പുത്രനാണ്. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഗലാത്യ ലേഖനം അല്ലല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിന്തയിൽ നിന്ന് മടങ്ങി വരാം. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ മുതൽ ഇങ്ങോട്ട് അവൻ സ്നാനത്തിലൂടെ ക്രിസ്തുവിങ്കിലേക്കായ ഒരു വ്യക്തി, അവൻ ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്കായി. പിന്നത്തേതിൽ അവൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി തിരിക്കുക. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ 2-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ലേഖന ഭാഗമൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്നതാണെങ്കിൽ നമ്മൾ ധ്യാനിക്കാറില്ല. സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഹെബ്രായ ലേഖനം, റോമാലേഖനം ഒക്കെ നമ്മൾ പലപ്പോഴും പഠിക്കാൻ ശ്രമിക്കാറില്ല. മറിച്ച് നാം അതൊക്കെ വായിക്കാറേ ഉള്ളൂ. മിക്കവാറും ഈ ആത്മീയ വെളിപ്പാടില്ലാത്ത ഒരു ദൈവത്തിൻ്റെ ചിന്തയാണ് നമ്മൾ ബൈബിൾ ഇങ്ങനെ നിരന്തരമായി വായിച്ചുകൊണ്ടിരുന്ന ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന്. അപ്പം അതിനാസ്പദമായ ഒരു വാക്യവും അവർ കണ്ടെത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമാണ്, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ. അപ്പം നമ്മുടെ ചിന്ത ബൈബിൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. ദൈവമക്കളെ, ബൈബിൾ വായിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ തിരുവചനത്തിനകത്ത് നിങ്ങൾ ധ്യാനിച്ച് തിരിച്ചറിയാത്ത ഒരു വാക്യവും നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല. നിങ്ങൾക്കത് വായിക്കാവുന്നേ ഉള്ളൂ, നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിത്യജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങളതിൻ്റെ അകക്കാമ്പിനെ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തീർച്ചയായും ദൈവവചനം വായിക്കുമ്പോൾ ഈ ദൈവവചനം പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് അത് വ്യാഖ്യാനിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകക്കാമ്പ്, നിങ്ങളുടെ ആത്മമനുഷ്യൻ തീർച്ചയായും വെളിപ്പാടുകൾ കൊണ്ട് നിറയും. അതിൽ സന്തോഷിക്കുവാനിടയായിത്തീരും. എങ്കിലേ ദൈവവചനത്തിൽ നമുക്ക് രസിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ ഈ വീണ്ടും അതിന് 8-ാം വാക്യം പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ കൂടെ മരിച്ചു, കൂടെ അടക്കപ്പെട്ടു, കൂടെ ഉയർക്കും എന്നൊക്കെയുള്ള വാക്യം നിങ്ങൾ കണ്ടോ? പ്രൈസ് ഗോഡ്. ഇത് വളരെ മനോഹരമായ ഒരു ധ്യാനമാണ്. യേശു കർത്താവും നാമും വ്യത്യസ്ത സമയങ്ങളിലല്ല മരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു ധ്യാനമാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നാമും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നാം ക്രിസ്തുവിലുണ്ടായിരുന്നു. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചപ്പോൾ കർത്താവ് എൻ്റെ പാപജഡത്തെയും തന്നിലാക്കി. ആമേൻ. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു തകർക്കപ്പെടുമ്പോൾ എൻ്റെ പാപജഡം തകർന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും കൂടെ മരിച്ചു, ഞാൻ കൂടെ അടക്കപ്പെട്ടു, കൂടെ ഉയർത്തെഴുന്നേറ്റു. ഇത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. നിങ്ങൾ കണ്ടില്ലേ, റോമാലേഖനം 5-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആദത്തിൽ അഥവാ ആദം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും മരിച്ചു എന്നൊക്കെ എഴുതിയിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? റോമാലേഖനം 5-ൽ ഏകമനുഷ്യനായ ആദം, ആ ഏകമനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി എന്നൊക്കെ ദൈവത്തിൻ്റെ തിരുവചനം വായിക്കപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ ആദം പാപം ചെയ്തപ്പോൾ സകലരും പാപികളായി. അതിന് കാരണം എന്താ? ആദത്തിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഏക മനുഷ്യനായ ആദത്തിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ പാപം കൂടാതെ തന്നെ നമ്മളെല്ലാം പാപികളായി.
ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. കാരണം നാം ആദത്തിലുണ്ടായിരുന്നു. ഇതുപോലെ യേശു ക്രിസ്തു തകർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ നമ്മളുണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവനെ കുറിച്ച് ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്, യേശു ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ നിങ്ങളും അടക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചതുപോലെ നിങ്ങളും ജീവന്റെ പുതുക്കത്തിൽ നടക്കും. പ്രൈസ് ഗോഡ്. ഇതെത്ര മനോഹരമായ വാക്യമാണ്. ആമേൻ. നാം ക്രിസ്തുവിൽ മരിച്ചെന്ന്, യേശു ക്രിസ്തു മരിച്ചപ്പോൾ നാമും മരിച്ചെന്ന്. എന്ത് സംബന്ധിച്ച്? ആദാമ്യ പാപം സംബന്ധിച്ച്. യേശു ക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം അടക്കപ്പെട്ടതിൻ്റെ കൂടെ എൻ്റെ പഴയ മനുഷ്യനും അടക്കപ്പെട്ടു, എൻ്റെ പാപപ്രകൃതിയും അടക്കപ്പെട്ടു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു തിരികെ എഴുന്നേറ്റ് വന്നതുപോലെ എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ പുതിയ സൃഷ്ടിയായിട്ട് എഴുന്നേറ്റ് വന്നു. ആമേൻ. ഇനി എഫെസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു, എന്നിട്ട് തന്നോടുകൂടി നമ്മെ ക്രിസ്തു യേശുവിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ വലതുഭാഗത്ത് തന്നെ, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉന്നതത്തിൽ എന്നെ ഇരുത്തിയിരിക്കുക. ആമേൻ. അപ്പൊ അവിടെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു പദം, യേശുവിൻ്റെ കൂടെ മരിച്ചു, കൂടെ അടക്കപ്പെട്ടു, കൂടെ ഉയർപ്പിക്കപ്പെട്ടു. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഈ ജലസ്നാനം എന്താണെന്നറിയാമോ? ജലസ്നാനം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങൾ കൂടെ മരിച്ചെന്നും, കർത്താവായ യേശു ക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ നിങ്ങളും അടക്കപ്പെട്ടെന്നും, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പോൾ നിങ്ങളും ഉയർത്തുവെന്നും നിങ്ങൾ പ്രഖ്യാപിക്കുക. അത് നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചപ്പോൾ നിങ്ങളുടെ മരണം നടന്നു കഴിഞ്ഞു. കാരണം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ മരണം നടന്നു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു, അഥവാ ദൈവം പറഞ്ഞു. ഇനിയും ഒരിക്കൽ മരണവും ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു. അങ്ങനെ എൻ്റെ മരണം നടന്നു. ഞാൻ കർത്താവിൻ്റെ കൂടെ അടക്കപ്പെട്ടു. എൻ്റെ അടക്കവും കഴിഞ്ഞു. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉയർക്കപ്പെട്ടു. എൻ്റെ ഉയർപ്പും കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അങ്ങനെ ക്രിസ്തുവിൽ എൻ്റെ മരണം നടന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് മരണമില്ല. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും മരണഭീതിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മരണമില്ല. കാരണം യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് യേശു പറഞ്ഞല്ലോ. യേശു ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരുവൻ, ആമേൻ, അവനെ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. അന്ത്യ കാഹളനാദത്തിങ്കൽ ഉയർപ്പിക്കുക എന്നുള്ളതാണ് പിതാവിന് ഇഷ്ടം. അഥവാ യേശുക്രിസ്തുവിനെ ദൈവത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് പിതാവിന് ഇഷ്ടമല്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ എന്ത് മനോഹരമായ നിലയിലാണ് ദൈവവചനം ഇത് നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ 6:4 ഒരിക്കൽ കൂടെ പറയുന്നു. അതിങ്ങനെയാണ്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ, യേശുവിൻ്റെ കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമോ വചനം എന്താണ് പറയുന്നത്? അതാണ് നിങ്ങളെന്ന്. നിങ്ങൾ എന്താണെന്ന് പറയുന്നു. നിങ്ങൾ എന്താണെന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്ന അല്ല നിങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന അല്ല നിങ്ങൾ, മറിച്ച് വചനം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു അതാണ് നിങ്ങൾ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ക്രിസ്തുവിനോട് കൂടി അഥവാ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. മാത്രമല്ല, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ നമ്മൾ ഈ പുതുക്കത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. ഇപ്പോഴും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് ചിന്തിക്കുക ജീവന്റെ പുതുക്കത്തെക്കുറിച്ചാണ്. എന്താ ഈ ജീവന്റെ പുതുക്കം? ആദാമ്യമായ ജീവനല്ല എന്നിൽ വ്യാപരിക്കുന്നത്, എന്നിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ജീവനാണ് വ്യാപരിക്കുന്നത്. ആമേൻ.
അപ്പൊ പാപത്തിന് അടിമപ്പെട്ട വീഴ്ചയുടെ പ്രകൃതി അല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ജയത്തിൻ്റെ ആ വലിയ ജീവനാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ന്യൂനസിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ആദാമിൽ അല്ല. അപ്പൊ ആ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാമല്ലോ. അത് അമേൻ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ മരണത്തിൽ പങ്കാളികളായി തീർന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ മരണം നടന്നു കഴിഞ്ഞു. നമ്മുടെ മരണം നടന്നു കഴിഞ്ഞു. അതെന്നാണ് നടന്നത്? അത് ക്രിസ്തുവിലാണ് നടന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 2:14 വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇങ്ങനെയുണ്ടല്ലോ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്നെഴുതപ്പെട്ടിട്ടില്ലേ? അപ്പം ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? സാത്താന് നമ്മുടെ മേൽ ഒരു മരണത്തിൻ്റെ അധികാരം ഉണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ആ അധികാരത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ സാത്താനെ നീക്കിക്കളഞ്ഞു. ഇനിയും സാത്താന് നമ്മുടെ മേൽ അധികാരമില്ല. ഇനി നമ്മുടെ മേൽ അധികാരമുള്ളത് ക്രിസ്തുവിന് മാത്രമാണ്. ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരാളുടെ മേൽ മറ്റൊരു ശക്തിക്കോ മറ്റൊരു സൃഷ്ടിക്കോ അവകാശമോ അധികാരവും ഇല്ല. യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ള അധികാരം. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന് മാത്രമേ നമുക്ക് നമ്മുടെ മേൽ അധികാരമുള്ളൂ. ഇനി കർത്താവ് നമ്മുടെ മേൽ തൻ്റെ അധികാരം ചുമത്തുന്നത്, അധികാരം ചെലുത്തുന്നത് തൻ്റെ ജീവനാലാണ്. ആമേൻ. അപ്പൊ കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് തന്ന ജീവൻ നമ്മിൽ വ്യാപരിക്കുക. നമ്മിൽ ആ ജീവൻ വ്യാപരിക്കുന്നത് കൊണ്ട് ആ ജീവനാൽ നാം ജീവിക്കണം. ഇതാണ് റോമാലേഖനം 6:4 പറയുന്നത്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു. ആമേൻ. അതുപോലെ നിങ്ങളും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ മേൽ വ്യാപരിച്ച ആ ജീവന്റെ പുതുക്കം നമ്മുടെ മേൽ ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ആമേൻ. അപ്പോൾ വചനം എന്തു പറയുന്നു? അതാണ് ഞാനെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ആത്മീക ജീവിതത്തിൽ പുതിയ മുളപ്പുകൾ വെളിപ്പെട്ടു വരും. നാം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ആ ജീവന്റെ പുതുക്കത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പുതിയ ജീവനാണ് വ്യാപരിക്കുന്നത് കേട്ടോ. അത് മാനുഷിക ജീവനല്ല, അത് മാനുഷിക ജീവനല്ല, അത് ദൈവിക ജീവനാണ്. യേശു വന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തു വന്നത് രോഗം സൗഖ്യമാക്കാനോ അല്ലെങ്കിൽ പാപം മോചിക്കാനോ അത്ഭുതങ്ങൾ കാണിക്കാനോ അല്ല. അല്ല. കർത്താവ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും. ആമേൻ. ഏത് ജീവൻ? അത് മനുഷ്യന്റെ ജീവനല്ല, അത് ദൈവത്തിൻ്റെ ജീവനാണ്. അപ്പോൾ ആദാമ്യമായി മരിച്ച നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ജീവന്റെ പുതുക്കം തരുവാൻ കർത്താവായ യേശുക്രിസ്തു വന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് ജീവന്റെ പുതുക്കമുണ്ടായി. ആമേൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:17 നമ്മൾ വായിച്ചത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവന്റെ പുതുക്കം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ ആ ജീവന്റെ പുതുക്കം വ്യാപരിക്കട്ടെ. ഞങ്ങളതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ആദാമ്യമായതോ പാപത്തിൻ്റെ വീഴ്ചയുള്ളതായ പഴയ മനുഷ്യനോ ഇല്ല, അത് ക്രൂശിക്കപ്പെട്ടുവെന്നും അത് ഞങ്ങളെ വിട്ട് കഴിഞ്ഞു പോയെന്നും ക്രിസ്തുവിലാണ് ഞങ്ങളെന്ന്, പരിശുദ്ധാത്മാവിലാണ് ഞങ്ങളെന്ന്, വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ആ വലിയ തിരിച്ചറിവിൽ ആ ക്രിസ്തു മരിച്ചിട്ട് ആ ജീവന്റെ പുതുക്കത്തിൽ പിതാവിൻ്റെ മഹിമയാൽ നടന്നതുപോലെ ഞങ്ങളും നടക്കേണ്ടതിന് ഞങ്ങളെ ദൈവകൃപയിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു വെളിപ്പാട് ഞങ്ങളുടെ മേൽ വെളിപ്പെടുകയും അതിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോയി ഞങ്ങളുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ. വീണ്ടും മറ്റൊരു ചിന്തയുമായി നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.